ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ലീല സ്റ്റോക്ക് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ വേറൊരു വിഷയമായിട്ട് ഞാൻ കടന്നു വന്നിരിക്കുകയാണ്. ഇപ്പോൾ സുംബയുടെ പേരിലും ജാനകിയുടെ പേരിലും ഒക്കെ പല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഇച്ചിരി സംസാരിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻസ് ഇടണം. നിങ്ങൾ തരുന്ന എല്ലാ പ്രോത്സാഹനത്തിനും വളരെയധികം നന്ദി നിങ്ങളോടുണ്ട്. തുടർന്ന് നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ചെയ്യുന്നതിന് വളരെയധികം നന്ദിയും സ്നേഹവും കടപ്പാടും നിങ്ങളോട് എല്ലാവരോടും ഉണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ രാജ്യം നാനാജാതി മതസ്ഥർ ജീവിക്കുന്നത് ചേരിചേരാ നയം, നമ്മുടെ രാജ്യത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു ഭരണഘടന, നമ്മുടെ രാജ്യത്തിലെ എന്തേരം ആൾക്കാർ ഒന്നിച്ചുകൂടി ജീവിക്കുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യ പോണക്കൊരു രാജ്യമില്ലല്ലോ. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻസ്, ജൈനർ, ബുദ്ധർ എന്ന് വേണ്ട എന്തേരം ആൾക്കാർ ഒന്നിച്ച് കഴിയുന്ന ഒരു രാജ്യമാണ് നമുക്കത് എപ്പോഴും ഒരു അഭിമാനമാണ് തോന്നാറുള്ളത്. ഭയങ്കര അഭിമാനമാണ് നമുക്ക്. നേരത്തെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇപ്പം പറയാനെ കൊണ്ട് നമ്മുടെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വീട് ഇവിടെ ക്രിസ്ത്യൻസിൻ്റെ ആണെങ്കിൽ തൊട്ടടുത്ത മുസ്ലിമിൻ്റെ, അല്ലെങ്കിൽ തൊട്ടടുത്ത് ഹിന്ദു, അങ്ങനെയൊക്കെ അല്ലായിരുന്നു നമ്മുടെ രാജ്യം, നമ്മുടെ ഇത്. എന്നിട്ട് ഇപ്പം ഹിന്ദുവിൻ്റെ വീട്ടിലൊരു കല്യാണമാണെങ്കിൽ ഈ മുസ്ലിങ്ങളും ഈ ഹിന്ദുക്കളും ഈ ക്രിസ്ത്യൻസും എല്ലാം സഹകരിക്കും. എല്ലാവരും അവിടുത്തെ കാര്യങ്ങൾ ചെന്ന് ചെയ്ത് കൊടുക്കും. അതുപോണക്ക് തന്നെ ക്രിസ്ത്യൻസിൻ്റെ അവിടെ ആയാലും, അതുപോണക്ക് തന്നെ മുസ്ലിമിൻ്റെ അവിടെ ആയാലും, അങ്ങനെ ഒരു കൾച്ചറും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ കൊച്ചിലെ തൊട്ടൊക്കെ കണ്ടുവന്നത്. നമ്മുടെ രാജ്യത്തിനെ പറ്റി അപ്പോൾ എപ്പോഴും നമുക്കൊരു അഭിമാനമാണ്. കാരണം ഇങ്ങനെ വേറൊരു രാജ്യമില്ലല്ലോ. നാനാജാതി മതസ്ഥരെ പല ഇതിൽ വിശ്വസിക്കുന്നവരെ, പല ആചാരമുള്ളവരെ, പല ആകുന്നുള്ളവരെ, പക്ഷെങ്കിൽ കൂടുമ്പം നാനാത്വത്തിൽ ഏകത്വം. അതാണല്ലോ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ ജീവിച്ചു വളർന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ രാജ്യത്തിനുള്ളത്. അപ്പം നമ്മളിപ്പോൾ എവിടെ പോയെന്ന് പറഞ്ഞാൽ, ഏത് രാജ്യങ്ങളിൽ പോയെന്ന്, വിദേശത്ത് പോയെന്ന് പറഞ്ഞാലും യു ആർ കമ്മിങ് ഫ്രം ഫ്രം ഇന്ത്യ എന്ന് പറയുമ്പോൾ അവിടുത്തെ ആൾക്കാർ പറയുന്നത്, ഓ യു ആർ ഫ്രം ഇന്ത്യ, യു ആർ ഹിയർ. അപ്പോൾ അത് എന്തുകൊണ്ടാണ് നമുക്ക് ലഭിക്കുന്നത്? നേരത്തെ ലഭിച്ചിരുന്ന ആ ഒരിത് നമുക്കിന്ന് കിട്ടുന്നുണ്ടോ? ഇപ്പം ഇന്ത്യൻസ് എന്ന് കേൾക്കുന്ന സമയത്ത് ആൾക്കാർ, ഇപ്പം നമ്മൾ കുറേ വീഡിയോസ് നമ്മൾ കണ്ടല്ലോ, യു കെയിലായാലും കാനഡയിലായാലും ഒക്കെ, യു ഫ്രം ഇന്ത്യ, ഗോ ബാക്ക്. നമ്മൾ കുറേ വീഡിയോസൊക്കെ നമ്മൾ കാണുന്നില്ലേ? അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു? കുറേ വർഷങ്ങളായിട്ട് ഇതൊന്നും അല്ലായിരുന്നല്ലോ നമ്മുടെ കൾച്ചറ്, ഇതൊന്നും അല്ലായിരുന്നല്ലോ നമ്മുടെ സംസ്കാരം. എന്താണ് എല്ലാവരിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പം പിന്നെ ജാനകി എന്ന പിക്ചറിൻ്റെ ഒരു ഫിലിമിൻ്റെ ഒരു ഇത് നമുക്ക് റിലീസാകാൻ പറ്റുന്നില്ല. അതിൻ്റെ പേര് മാറ്റണം. അതെന്താണെന്നേ? അതിൻ്റെ പിന്നിലൊക്കെയുള്ള ചേതോവികാരം എന്താണ്? എന്ത് ഇതാണ്? ഇപ്പോൾ ഒരു ഫിലിം ഉണ്ടാക്കുന്ന സമയത്തെ, അല്ലെങ്കിൽ നമ്മൾ എത്രയോ പേരെ നമ്മളിപ്പോൾ പിന്നെ ഇപ്പം നമ്മുടെ അച്യുതാനന്ദനെ ആട്ടെ, നമ്മുടെ ആൾക്കാരെയൊക്കെ എത്രയോ മിമിക്രിക്കാരെ, എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും അവരെ പിന്നെ അവരുടെ ഇമിറ്റേറ്റ് ചെയ്ത് അവരുടെ ഉപജീവനമാർഗം നടത്തുന്നുണ്ട്. അവരെ മിമിക്രിയൊക്കെ ചെയ്തു എടുത്തു. അപ്പം നാളെ ഇവരൊക്കെ പറയുക ഞങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് അവരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കലാകാരന്മാരെന്തോ ചെയ്യും? എവിടേക്ക് പോകും നമ്മുടെ ഈ കലാകാരന്മാർ? അപ്പോൾ കലയെന്ന് പറയുന്നത് എന്താണ്? കലയെ ആസ്വദിക്കാൻ പറ്റാത്തവരല്ലേ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്? ഇപ്പോൾ ഒരു കോമഡിയിൽ എന്ന് പറഞ്ഞാൽ എന്തേരം വിഷയങ്ങളാണ് ആ കോമഡിയിലൊക്കെ. പക്ഷേ അതിൻ്റെ അകത്തിൽ കോമഡി നോക്കേ, ആ തമാശയെ ആസ്വദിക്കേ. അവർ പറയുന്ന സബ്ജക്റ്റിൽ കൂടെ എന്ത് മോറലാണ് കിട്ടുന്നത്, അല്ലെ അതിൽ കൂടെ എന്താണ് മനുഷ്യന് ലഭിക്കുന്നത് അതിൽ നിന്നും, അത് നോക്കേ.
അതല്ലേ വേണ്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദിവസവും ആൾക്കാരുടെ പേര് മാറ്റിക്കൊണ്ടിരിക്കണോ? അതെന്താണ്? അതൊന്നും മനസ്സിലാകുന്നില്ല. നേരത്തെയും ജാനകി ഭാര്യയെന്ന് പറഞ്ഞുള്ള പിക്ചറൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനൊന്നും ഒരു തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ, അല്ലേ? ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. അതിനകത്തിൽ നമ്മൾ കൈ കടത്തുക, അതിൻ്റെ അകത്തിൽ ഭരണകൂടം അല്ലെ മറ്റുള്ളവർ കൈ കടത്തി അങ്ങനെ പറ്റത്തില്ല ഇങ്ങനെ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണ്? നമ്മുടെ രാജ്യമൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കണം. ഇപ്പം ഞാൻ നോക്കിയിട്ട് ഇപ്പം മതഭ്രാന്തരുടെ എന്നേ ഞാൻ പറയത്തുള്ളൂ. മതഭ്രാന്തരുടെ അഭിപ്രായത്തിനനുസരിച്ചും അവർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെ ചിന്തിച്ച് ഒരു രാജ്യം ജനങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുമോ? പറ്റത്തില്ല. ഇപ്പം പറയാനെ കൊണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ സൗദിയിലൊക്കെ ആണെങ്കിൽ നേരത്തെ സ്ത്രീകൾക്കൊന്നും യാതൊരു ഡ്രൈവിങ് ചെയ്യാനും എടുക്കാനൊന്നും, ഇപ്പോൾ അവിടെയൊക്കെ അത് മാറി. ഇപ്പം സൗദിയിലുള്ള സ്ത്രീകൾക്കൊക്കെ അവർക്ക് വണ്ടി ഓടിക്കാം, അവർക്ക് ഇത് ചെയ്യാം. അവിടെ നിന്നൊക്കെ ഇങ്ങനെ പുരോഗമിച്ച് മുസ്ലിം കൺട്രികളിൽ പോലും ഇങ്ങനെ പുരോഗമനം ഇതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിൽ കൂടെ കടന്നു പോകുന്നത്. അപ്പം ജാനകി എന്ന് പറഞ്ഞാൽ എന്താണ്? ജാനകി എന്നുള്ള പേര് എത്രയോ പേർക്ക് ജാനകി എന്ന് പേരുണ്ട്. എത്രയോ പേർക്ക് ജാനകി എന്നും സുഭദ്രയെന്നും എല്ലാം ഭാമയെന്നും ഒക്കെ പേരുണ്ട്. അപ്പം നമ്മൾ ഈ പേരുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അപ്പം എന്തേ പറയുന്നത്, പുരാണത്തിലുള്ള പേരുകളാണെന്ന് വെച്ചുകൊണ്ടാണോ ഇതിൻ്റെയൊക്കെ ഇതിൽ വരുന്നത്? അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണെന്നാണ് മനസ്സിലാക്കാൻ പറ്റാത്തത്. ഒരു ഫിലിം ഉണ്ടാകുന്നു, ഫിലിമിന് ഒരു പേരിടുന്നു. ഇതിനു മുമ്പേ എന്തൊക്കെല്ലാം പേരുണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മളെ എത്രയോ നമ്മുടെ പുരാണ ചിത്രങ്ങൾ നമ്മുടെ എടുത്തു നോക്കിയാൽ എത്രയോ പുരാണ ഇതിൻ്റെ അകത്തിൽ ചതിയൻ ചന്തു അങ്ങനെയൊക്കെ എന്തേലും പേര് എന്നുണ്ട്. ഇതുണ്ട്, സ്വാമി അയ്യപ്പൻ്റെ പിക്ചർ ഉണ്ടായിട്ടുണ്ട്, ഈശോയുടെ പിക്ചർ ഉണ്ടായിട്ടുണ്ട്, മിശിക ചരിത്രം ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് എവിടെ ജീവിക്കാൻ പറ്റും? നമ്മുടെ രാജ്യം ഇതെങ്ങോട്ടാണ് പോകുന്നത്? ഏതവസ്ഥയിലേക്കാണ് നമ്മുടെ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കൂട്ടുകാരെ? നമ്മൾ ആരും പ്രതികരിക്കാതെ ആരും പറയാതെ ഇരിക്കുമ്പോൾ ഞാൻ നോക്കിയ ഉടനെ എന്തെന്ന് വെച്ചാൽ പല ഈ സാഹിത്യമൊക്കെ നോവലുമൊക്കെ എഴുതുന്ന പല ആൾക്കാരുമൊക്കെ ഉണ്ട്. പക്ഷേ അവരൊക്കെ ഒരു ചെറിയ അക്ഷരം പോലും പറയുക പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല. ഇതെന്തോ ഭയപ്പെടാൻ തുടങ്ങി നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നമ്മുടെ രാജ്യത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം ഉള്ള രാജ്യത്തിൽ നമുക്ക് ഭയന്ന് ജീവിക്കാനാണോ നമ്മുടെ രാജ്യം? നമ്മുടെ രാജ്യത്തിൽ നമുക്ക് സ്വതന്ത്രതയോടെ പറയുവാനും പ്രവർത്തിക്കാനുള്ള ഇതില്ലെങ്കിൽ പിന്നെന്തുവാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? നമ്മളിപ്പം സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ വ്രണപ്പെടുത്തുന്നതോ അല്ലേ നമുക്ക് സമൂഹത്തിൽ നമുക്ക് തെറ്റെന്ന് തോന്നുന്ന ഒരു കാര്യത്തെ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയോ അല്ലെ ഭരണകൂട വ്യവസ്ഥയിൽ ഒരു തെറ്റായിട്ടുള്ള കാര്യം കണ്ട അതിനെ നമ്മൾ ചൂണ്ടിക്കാട്ടുന്നതോ? അങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനാണ് ചുമ്മാ ജീവിച്ചിട്ടുള്ള കാര്യം എന്തുവാണ് അറിയാം? അതൊക്കെ നമ്മുടെ ഇതാണ് നമ്മൾ പറയേണ്ടുന്നത്. ഓരോ പേരിനോടും കൂടി ഓരോ മതക്കാർ ഓരോ കാര്യങ്ങളെപ്പറ്റി ഇത് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സംസ്കാരം എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ കലയെ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ കലയെ എത്രയോ മിമിക്രി ആർട്ടിസ്റ്റുകൾ പിന്നെ രാഷ്ട്രീയ പാർട്ടികളെയും മറ്റുള്ള നേതാക്കന്മാരെയും അങ്ങനെ ഇങ്ങനെയൊക്കെ എത്രയോ പേരെ ഇമിറ്റേറ്റ് ചെയ്ത് അവരെ ഉപജീവന മാർഗം കഴിക്കുന്നു, അറിയാമല്ലോ. അച്യുതാനന്ദ ആയാലും ഉമ്മൻചാണ്ടി ആയാലും പിണറായി വിജയനെ ആയാലും എ.കെ. ആൻ്റണി ആയാലും എല്ലാം എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ മിമിക്രി താരങ്ങളെ ഇമിറ്റേറ്റ് ചെയ്ത് അവരെ സ്റ്റേജിൽ പ്രോഗ്രാം നടത്തി അവരുടെ ഉപജീവന മാർഗം നയിച്ചവർ പോകണം. നാളെ അവരെല്ലാം പറയുക ഞങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങളെ വെച്ച് നിങ്ങൾ മിമിക്രി ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവരുടെ കലയാണ്. ഇപ്പോൾ ഒരു വ്യക്തിയെ അനുകരിക്കാൻ ഒരാൾക്ക് കഴിവുണ്ട്, അതവരുടെ കലയാണ്, അവരിലുള്ള കലയാണത്. അപ്പം എന്തോരം അസഹിഷ്ണുതയാണ് മനുഷ്യർക്കുണ്ടാകുന്നതെന്നുള്ളതാണ് വിചാരിക്കുന്നത്.
നമ്മളെന്തെങ്കിലും പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും കലയോ അല്ലെങ്കിൽ സിനിമയോ എന്തെങ്കിലും നടക്കുമ്പോൾ നമ്മളതിനെ ആസ്വദിക്കുക എന്നുള്ളത് ആണ്. എന്തേലും പിക്ചർ ഹിന്ദിയിലും ഉണ്ടായിരിക്കുന്നു. അപ്പോൾ ആ ഹിന്ദിയിലും ഈ കഴിഞ്ഞ ഒരളവിലൊക്കെ ഉണ്ടായ ചില പിക്ചറിനെയൊക്കെ ഇത് ചെയ്യുകയും ബാൻ ചെയ്യാനൊക്കെ ഉള്ള ഇതൊക്കെ ഉണ്ടാവുക എടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇവരുടെയൊക്കെ മനസ്സിലിരിക്കുന്ന, എന്നിട്ട് ഇവർ രഹസ്യത്തിൽ ഇത് കാണുകയും ചെയ്യും. അതാണ് ഒന്നാമത്തെ കാര്യം. ഈ പറയുന്നവരുണ്ടല്ലോ, ഈ വിലക്കുന്നവരായിരിക്കും ആദ്യം ഈ പിക്ചറുകൾ കാണുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. ആരെതിർക്കുന്നു, എന്തിനെ എതിർക്കുന്നു, അവരാണ് ആദ്യം ആ എതിർപ്പിലുള്ളതിനെ പോയി കാണുന്നത്. ഇതൊന്നും നമുക്കറിയത്തില്ലെന്നാണോ ആൾക്കാരുടെ വിചാരം? അപ്പോൾ ജാനകി പിക്ചറിൻ്റെ കാര്യം അങ്ങനെ. എന്തായാലും കോടതി നല്ല തീരുമാനം എടുക്കട്ടെ. കോടതി എടുത്തിട്ട് കുടഞ്ഞ് നല്ല ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം അത് കോടതിയിൽ നല്ലൊരു തീരുമാനം വരുമെന്ന് തന്നെ അതിനെപ്പറ്റി നമുക്ക് ആശ്വസിക്കാം. പിന്നെ ഒരു കാര്യം, സുംബ ഡാൻസിനെ പറ്റിയാണ്. സുംബ ഡാൻസ് എന്ന് പറയുന്നത് എന്താണ്? അത് സ്കൂളിൽ ഉൾപ്പെടുത്തിയതിന് ഒരു ബിഗ് സല്യൂട്ട് പിന്നെ മന്ത്രിക്ക്, വിദ്യാഭ്യാസ മന്ത്രിക്ക്. ഈ സുംബ എന്ന് പറയുന്നത് എന്തുവാണെന്നാ? ഞങ്ങൾ ദിവസവും പാർക്കിൽ പോയി ഞങ്ങൾ ചെയ്യുന്ന വ്യായാമമാണ്. ഈ ചെയ്യുന്ന വ്യായാമം തന്നെയാണ് അതിൽ പാട്ടിട്ട് പിള്ളേരത് ഡാൻസിൻ്റെ രീതിയിൽ അത് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പാർക്കിൽ പോയിട്ട് എൻ്റെ ഫ്രണ്ട്സുണ്ട്, ഞങ്ങളെല്ലാവരും ഒന്നിച്ചു കൂടി ചെയ്യുന്ന വ്യായാമമാണിത്. ആ വ്യായാമത്തിനെ ഒരു സ്കൂളിൽ ആട് ചേർത്തത് നല്ല കാര്യം. പണ്ടൊന്നും ഇതില്ലായിരുന്നു. ആ വ്യായാമത്തിനെ ഒരു പാട്ടിട്ട് അതിൻ്റെ രീതിയിലൊരു ഡാൻസായിട്ട് രൂപീകരിച്ച് അത് ചെയ്യുന്നത് അത് വ്യായാമമാണ്. അതിന് വരെ പോലും ആൾക്കാർ മതത്തിൻ്റെ ഭ്രാന്ത് പറഞ്ഞ് അതിരാഗതി തടസ്സം കൊണ്ടുവരുന്നു. ഇവരൊക്കെ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്? ഏത് കാലയളവിലാണ് ജീവിക്കുന്നത്? ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? അപ്പം മതഭ്രാന്തന്മാരെന്നേ ഞാൻ പറയത്തുള്ളൂ. അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻസ് ആരായിരുന്നു പറഞ്ഞാലും മതഭ്രാന്ത് കൊള്ളത്തില്ല. രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും സംസ്കാരത്തിനും തടസ്സം നിൽക്കുന്നതാണ് മതഭ്രാന്ത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പാർക്കിൽ പോയി ഞങ്ങൾ ഈ യോഗ ചെയ്യുന്നുണ്ട്. യോഗ എന്ന് പറയുന്ന ഈ എക്സർസൈസാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഈ എക്സർസൈസ് ഞങ്ങൾ ദിവസവും പോയി, ഞാനും എൻ്റെ ഇവിടെ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ഞങ്ങൾ ദിവസവും ചെയ്യുന്ന ആ എക്സസൈസാണ് അതൊരു ഡാൻസ് രൂപേണ ആക്കി സ്കൂളിൽ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. അത് നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാം വളരെയധികം എനർജിയും മനസ്സിന് സന്തോഷവും, നമ്മുടെ ശരീരത്തിന് വ്യായാമം അത് ചെയ്യുന്നതുകൊണ്ട് കുറേയധികം നമ്മുടെ ശരീരത്തിൽ നമുക്കുണ്ടാകാവുന്ന പല അസുഖങ്ങളെയും അത് മാറ്റിക്കളയുന്നതാണ്. അതിപ്പോൾ തന്നെ സ്കൂളിൽ തന്നെ പിള്ളേരത് ചെയ്തു വരുന്നെങ്കിൽ അവർക്ക് ഭാവിയിൽ നല്ല ആരോഗ്യമുള്ളൊരു തലമുറയെ സൃഷ്ടിക്കുവാൻ പറ്റും. അതാണ്. അപ്പോൾ വരുന്നു അത് നിർത്തണം, അതാണ് ചെയ്തുകൂടെ, ഇത് ചെയ്ത്. അപ്പം ഈ മതഭ്രാന്തന്മാരുടെ എല്ലാം ഇതനുസരിച്ചാണോ രാജ്യം മുന്നോട്ട് പോകേണ്ടത്? അല്ലെങ്കിൽ നമ്മുടെ സ്കൂളുകൾ മുന്നോട്ട് പോകേണ്ടത്? അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം മുന്നോട്ട് പോകേണ്ടത്? എന്തായാലും പിന്നെ വിദ്യാഭ്യാസ മന്ത്രി നല്ല മറുപടി കൊടുത്തതിന് വലിയൊരു സല്യൂട്ടുണ്ട്. അപ്പം ഈ ആൾക്കാർ എന്താണ് ചിന്തിക്കുന്നത്? ഇത് 21-ാം നൂറ്റാണ്ടിലല്ലേ നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? അത് നേരത്തെ ഉണ്ട് അങ്ങനെയൊക്കെ. അപ്പം നമ്മൾ ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നതും കേട്ട് അവരുടെ അഭിപ്രായങ്ങൾക്ക് ഇത് കൊടുത്ത് അതിനെ നമ്മൾ മാനിച്ച് മുന്നോട്ട് യുവതലമുറയെ, പുത്തൻ തലമുറയെ നമ്മളെങ്ങനെ വാർത്തെടുക്കും? ഈ സുംബ ഡാൻസ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ ഇപ്പം ഇഷ്ടംപോലാണ് അസുഖങ്ങൾ, കൊളസ്ട്രോളും പ്രഷറും മറ്റേ എന്തൊക്കെ അസുഖങ്ങളാണ് ഉള്ളത്. അപ്പം ഇന്ന് ഒരു 3/4 ആൾക്കാർ ഒരു കൂട്ടം മരുന്ന് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, അല്ലേ? ആണോ? അപ്പം നല്ലൊരു തലമുറയെ ഭാവിയിൽ ഈ മെഡിസിൻ നിന്നൊക്കെ അവോയ്ഡ് ചെയ്തു നല്ലൊരു തലമുറയെ അസുഖങ്ങളും ഇല്ലാതെ, ഫാറ്റും ഇല്ലാതെ, കൊളസ്ട്രോളും ഇല്ല, BP ഒന്നും ഇല്ലാതെ നല്ലൊരു അന്തരീക്ഷത്തിൽ നല്ലൊരു ഇതിൽ ഈ കുഞ്ഞുങ്ങളെ ഒരു തലമുറയെ വാർത്തെടുക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഈ തീരുമാനം ഏറ്റവും നല്ല തീരുമാനം. അതിനപ്പം മതത്തിൻ്റെ പേരും പറഞ്ഞത് അതിൻ്റെ അകത്ത് അതിന് വരുന്നു. ഇതൊക്കെ എന്തുവാണോ? ഏത് രാജ്യത്തോ ഏത് വ്യവസ്ഥയിൽ ജീവിക്കുന്നവരാണ് ഇവരൊക്കെ? ഇന്ന് ഞാൻ പാർക്കിൽ രാവിലെ എന്നും പോയി ഞാൻ ഇത് വ്യായാമം ചെയ്യുന്നൊരു വ്യക്തിയാണ്.
വ്യായാമം ചെയ്യുന്നത് കൊണ്ടാണ് ഈ പ്രായത്തിൽ ഒരു മെഡിസിനും എടുക്കാതെ കഴിയുന്നത്. അന്നേരം പിന്നെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഇപ്പം മറ്റെന്തെങ്കിലും കാര്യത്തിന് ഞാൻ എനിക്ക് ഇങ്ങനെയൊന്ന് വീണ് ഓർത്തോടെ ഇത് ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പം ഡോക്ടറിനോട് ചോദിച്ചു. അപ്പം പ്രായമെല്ലാം ചോദിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് ഡോക്ടറിനോട് ചോദിച്ചു, സിസ്റ്റർ ഞാൻ നേഴ്സാണെന്ന് അറിയാം ഡോക്ടറിനെ. അപ്പം ഡോക്ടറിനോട് ചോദിച്ചു, ഓർത്തോ ഡോക്ടറിനോട് ചോദിച്ചു, സിസ്റ്ററെ എന്തെങ്കിലും മെഡിക്കേഷൻ സിസ്റ്റർ കണ്ടിന്യൂസ് എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. മീൻസ് പുള്ളി ചോദിച്ചത് ഷുഗറും പ്രഷറും അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും അസുഖത്തിന്, തൈറോയ്ഡ് അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും അസുഖത്തിന് സിസ്റ്റർ മെഡിക്കേഷൻ എടുക്കുന്നുണ്ടോ, അപ്പോൾ അതിൻ്റെ അനുസരിച്ച്. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ദൈവാനുഗ്രഹത്താൽ ഇതുവരെ അങ്ങനെ ഒരു കാര്യമില്ല. ഇതുവരെ ഞാൻ ഒരു അസുഖത്തിനും ഷുഗറില്ല, പ്രഷറില്ല, തൈറോയ്ഡോ അങ്ങനെയുള്ള സംബന്ധമായ സ്ഥിരം മെഡിസിൻ കഴിക്കേണ്ടുന്ന യാതൊരുമായ അസുഖങ്ങളും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എനിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു, സിസ്റ്റർ വ്യായാമം ചെയ്യാറുണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, സിസ്റ്ററിൻ്റെ ഈ പ്രായത്തിലൊക്കെ ഒരു പിടി മരുന്നുകൾ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് കഴിക്കുന്ന ആൾക്കാരാണുള്ളത്. ഈ സിസ്റ്ററിൻ്റെ അതുതന്നെ ഭയങ്കര ഒരു അനുഗ്രഹം സിസ്റ്റർ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോക്ടറെ പാർക്കിൽ പോകും, വ്യായാമം ചെയ്യും, നടക്കും, എടുക്കും, പിന്നെ വെള്ളം ഇഷ്ടം പോലെ കുടിക്കും, നല്ല ദൈവവിശ്വാസമുണ്ട്, അങ്ങനെയൊക്കെ കൊണ്ടാണ് ഡോക്ടർ. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, സിസ്റ്ററെ ഞാൻ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്ന് ആ ഓർത്തോ ഡോക്ടർ എന്നോട് പറഞ്ഞു. അപ്പം നമ്മുടെ ആരോഗ്യത്തെ നമുക്ക് ശ്രദ്ധിക്കണ്ടേ? നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിലാണ്. അത് നമ്മൾ ഈ വ്യായാമം ചെയ്തും മിതമായുള്ള ആഹാരം കഴിച്ചും എടുത്തും ഒക്കെ നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ ഇത് ചെയ്യേണ്ടത്. ഈ വ്യായാമമാണ് സുംബ ഡാൻസ്. അത് ഒരു പാട്ടിട്ട് ഡാൻസ് എന്നുള്ള രീതിയിൽ ഡാൻസായിട്ട് അവരാക്കി മാറ്റിയിരിക്കുന്നു. കാരണം കുഞ്ഞുങ്ങൾക്കൊരു പ്രചോദനമാകാൻ. ഞങ്ങൾ ദിവസവും ചെയ്യുന്ന ഈ വ്യായാമമാണ്. ഈ വ്യായാമത്തെയാണ് ഈ ഡാൻസാക്കി, പാട്ടാക്കി, ഈ സുംബ ഡാൻസാക്കി വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് മനുഷ്യരിങ്ങനെ മതത്തിൻ്റെ പേരിൽ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ സംസ്കാരത്തെ, പൈതൃകത്തെ അല്ലെങ്കിൽ കലയെ ഒക്കെ പിന്നോട്ടടിക്കുന്ന കാര്യങ്ങൾ മതത്തിൻ്റെ പേരും പറഞ്ഞ് ഈ ചെയ്യുന്നത്? എങ്ങോട്ടാണ് രാജ്യം ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഒന്നാമതേ നമ്മുടെ രാജ്യത്തിൻ്റെ ഏതവസ്ഥയിലാണ് പോകുന്നതെന്നുള്ളത് വിദേശ രാജ്യങ്ങളിലെ ടെലിവിഷൻ ഡിബേറ്റുകളിൽ നല്ല ശരിക്കും അവർ ചർച്ച ചെയ്യുന്നുണ്ട് ഇന്ത്യ രാജ്യത്തെ പറ്റി. ഇന്ത്യ രാജ്യം ഏതവസ്ഥയിലേക്കാണ് പോകുന്നത്, ഇന്ത്യ രാജ്യത്തെ ദിവസം നടക്കുന്ന ഓരോ കാര്യങ്ങളെ അവരുടെ ചാനലിൽ അവർ ഡിബേറ്റ് ചെയ്ത് എന്നത് നമ്മൾ കേൾക്കണം. ഇവിടുത്തെ ഡിബേറ്റ് അല്ല, നമ്മുടെ ഈ ഗോദി മീഡിയയുടെ ഡിബേറ്റും അല്ല, നമ്മുടെ ഈ ചുമ്മാതെ കടിപിടി കൂട്ടുന്ന ആ ഡിബേറ്റിൻ്റെ കാര്യത്തെ പറ്റിയല്ല പറയുന്നത്. നമ്മളെ മറ്റ് രാജ്യങ്ങൾ, അന്യരാജ്യങ്ങളിൽ അവരുടെ ഡിബേറ്റിൽ നമ്മുടെ രാജ്യത്തെ പറ്റി പറയുന്നത് കേൾക്കാൻ ശ്രമിക്കണം. എന്താണ് നമ്മുടെ രാജ്യത്തെ പറ്റി ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്, നമ്മുടെ രാജ്യം എവിടെ എത്തി നിർത്തുന്നു എന്നുള്ളത്. അപ്പം പൊതുവേ നമ്മൾ മതത്തിൻ്റെ പേരിൽ, അതേത് മതമായിക്കോട്ടെ, മതത്തിന് ക്രിസ്തു മതമാകട്ടെ, ഹിന്ദു മതമാകട്ടെ, മുസ്ലിം മതം, ഏത് മതമായിക്കോട്ടെ, മതത്തിൻ്റെ പേരിൽ മതഭ്രാന്തന്മാർ പറയുന്നത് കേട്ട് വാർത്തെടുക്കുന്നതല്ല നമ്മുടെ ഒരു തലമുറ. സംസ്കാരത്തിൻ്റെ ഇപ്പോൾ LDF സർക്കാർ ഏറ്റവും നല്ല ബിഗ് സല്യൂട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക്, ബിഗ് സല്യൂട്ട്. അങ്ങനെ ഓരോ മതഭ്രാന്തന്മാരും പറയുന്നത് കേട്ട് കലയെ കൊല്ലാനും സംസ്കാരത്തെ കൊല്ലാനും ശ്രമിച്ചാൽ നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്? ഏത് നൂറ്റാണ്ടിലേക്കാണ് പോകുന്നത്? ഇത് എവിടെയാണ് എത്തി നിൽക്കുന്നത്? എന്നിട്ട് പറയുന്നു ഇൻക്രെഡിബിൾ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ, എന്തൊക്കെയാണ് പറയുന്നത്? ഡിജിറ്റൽ ഇന്ത്യ, ഇൻക്രെഡിബിൾ ഇന്ത്യ. അവിടെ എത്തി നിൽക്കുന്നു, ഇവിടെ എത്തി നിൽക്കുന്നു, അവിടെ സാമ്പത്തികത്തിൽ അവിടെ എത്തി നിൽക്കുന്നു, എവിടെ എത്തി നിൽക്കുന്നു? ഒന്നും എത്തി നിൽക്കുന്നില്ല. ചുമ്മാതെ മനുഷ്യർ ഓരോന്ന് പറഞ്ഞോളുക, ചുമ്മാതെ എന്തോ എത്തി നിൽക്കുന്നു. എന്തോ പോസിറ്റീവായിട്ട് ഇപ്പോൾ നമ്മുടെ രാജ്യത്തിനുള്ളത്? എന്തുവാ നമ്മുടെ പോസിറ്റീവായിട്ട് നമ്മുടെ രാജ്യത്തിനോ അല്ലെങ്കിൽ നമ്മൾ ഇതിനൊക്കെ ഉള്ളത്? എന്തോരം ദയനീയ അവസ്ഥകളാണ് ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത്. പട്ടിണിയിൽ, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ. അതിൻ്റെയൊക്കെ അപേക്ഷിച്ച് ഈ കേരളത്തിനെ പറ്റി ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻസ് എന്നോട് പറയുമ്പോൾ എനിക്കിഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ സ്കൂളിലൊക്കെ ജോലി ചെയ്ത് എനിക്കിഷ്ടം പോലെ നോർത്ത് ഇന്ത്യൻസ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ എവിടെ നിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ കേരളത്തിൽ നിന്നുള്ളതെന്ന് പറയുമ്പോൾ അപ്പം അവരെന്നോട് പറയുന്ന കാര്യമുണ്ട്. ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻസ് വിദ്യാഭ്യാസം വിവരമുള്ളവർ എന്നോട് പറയുന്ന കാര്യമുണ്ട്.
ഓ മാം, നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ പറ്റി എന്തോ പറയാൻ, നിങ്ങളുടെ കാര്യത്തെപ്പറ്റി എന്തോ പറയാൻ, നീതി ആയോഗിൻ്റെ അവാർഡെല്ലാം നിങ്ങളുടെ കേരളത്തിനല്ലേ കിട്ടുന്നത്, നിങ്ങളുടെ കേരളത്തിന് കിട്ടുന്നത്. അപ്പം ചെറുതായിട്ടുള്ള 1-2 പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ അങ്ങ് പൊക്കിപ്പിടിച്ച് ഭയങ്കര ഒരു വിഷയമാക്കി കേരളത്തിലെ ആൾക്കാർ തന്നെ കേരളത്തെ ഇകഴ്ത്തി പറയുന്നതും പ്രവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ഇവിടുത്തുകാരെന്നോട് പറയുന്നത് എന്തുവാ, ഇവിടുത്തുകാർ നമ്മളോട് പറയുന്നത് എന്തുവാ, മാമിൻ്റെ കേരളത്തിലുള്ളതല്ലേ, മാമിൻ്റെ കേരളം 40 വർഷമായിട്ട് ദില്ലി താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മൾ ഇവിടുത്തെ കാണുന്നുണ്ട്, അത് വെച്ച് കേരളത്തിലെ കേരളത്തിലെ ഓരോന്നും നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം കേരളത്തിലാണ്, അവർ പറയുന്നത് നമുക്കറിയാം. പിന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമല്ലേ കേരളത്തിൻ്റെ വികസനം, കേരളത്തിൻ്റെ ഉയർച്ചയും കാര്യങ്ങളും ഒക്കെ. അതിനെയൊക്കെ മതത്തിൻ്റെ പേരിലെ, മറ്റുള്ളതിൻ്റെ പേരിലെ മതഭ്രാന്തന്മാർ പറയുന്ന കേട്ട് അതിനെയൊക്കെ നശിപ്പിക്കാനാണ്. ആണോ? അല്ലല്ലോ. എവിടെ പുരോഗമന ചിന്താഗതിക്കാരെ, എന്തോ പുരോഗമനോ? ഇപ്പോൾ പിന്നെ സ്ത്രീകൾ അങ്ങ് അടുക്കളയിൽ ഇരിക്കണമെന്ന് പറയുന്നവരാണ്. താലിബാനിലെയൊക്കെ പോണൊക്കെ സ്ത്രീകൾ അങ്ങ് അടുക്കളയിൽ ഇരിക്കണം, സ്ത്രീകൾ എന്തൊക്കെയാണ് അവിടെയൊക്കെ നടക്കുന്നത്. വിദ്യാഭ്യാസമില്ലാത്ത, എഡ്യൂക്കേഷനില്ലാതെ, വിദ്യാഭ്യാസമില്ലാതെ, സംസ്കാരമില്ലാതെ പോകുന്ന ഒരു സമൂഹത്തെയാണ് വാർത്തെടുക്കാൻ ആഗ്രഹിക്കുന്നത് മതഭ്രാന്തന്മാരുടെ പേരിൽ. അല്ലല്ലോ. ഇവിടുത്തുകാർ കേരളത്തിനെ പറ്റി എന്നോട് പറയുമ്പോൾ, ഇവിടെ നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാരെ എന്നോട് പറയുമ്പോൾ, അപ്പോൾ സ്കൂളിൽ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. സമയത്ത് വലിയ പ്രൊഫസർമാരൊക്കെ വലിയ ആൾക്കാർ വന്നുള്ള ഒരു കോൺഫറൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പല കാര്യങ്ങളും, ഞാൻ മെഡിക്കലാണെങ്കിലും എന്നെ എല്ലാത്തിലും അവർ ഉൾപ്പെടുത്തും. ടീച്ചേഴ്സിന് മാത്രമുള്ള പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അവർ എന്നെ അതിൻ്റെ അകത്തിൽ ഉൾപ്പെടുത്തും, എന്നെ മാറ്റി നിർത്തത്തില്ല. മെഡിക്കൽ മാമിനെയും അതിൻ്റെ അകത്തിൽ അവർ ഉൾപ്പെടുത്തും, വർക്ക്ഷോപ്പിലും കാര്യങ്ങളിലും. അപ്പോൾ അങ്ങനെ സംസാരിച്ചു എടുത്തും ഒക്കെ നമുക്കും അറിവ് കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ് അവർ വന്ന് അവരോടൊക്കെ പരിചയപ്പെട്ട് എടുത്തപ്പോഴാണ് അവർ പറയുന്നത്, യു ആർ ഫ്രം വെയർ? കേരള. ഓ, യുവർ കേരള ഈസ് വെരി ഗ്രേറ്റ്. ഇവിടുത്തെ നോർത്തുകാർ നമ്മളോട് പറയുവാണ്, എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലായാലും സംസ്കാരത്തിൻ്റെ സകലത്തിലും നീതി ആയോഗിൻ്റെ സകല അവാർഡ് നിങ്ങൾക്കല്ലേ കിട്ടുന്നത്. 100% എഡ്യൂക്കേഷൻ നിങ്ങളുടെ കേരളമാണ്. അപ്പം നമ്മുടെ കേരളത്തിലുള്ളവർ തന്നെ കേരളത്തെ ഇകഴ്ത്തി പറയുക. എന്തോ ഉണ്ട്, എങ്ങനെയുണ്ട്? രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും മറ്റു പലതിൻ്റെ പേരിലായാലും, അല്ലെ സർക്കാരിനോടുള്ള വിരോധമോ, ഞങ്ങൾ ഭരിക്കുന്നില്ല മറ്റുള്ളവരാ ഭരിക്കുന്നത് എന്നുള്ളതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന വികസനത്തെയും ഉണ്ടാകുന്ന സകലത്തെ ഇകഴ്ത്തി പറയുന്ന നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും നമ്മുടെ നാട്ടിലെ ആൾക്കാരും പലരും സോഷ്യൽ മീഡിയയിൽ ഞാനൊരു പോസ്റ്റ് ഇടുമ്പോഴോ ഒക്കെ എന്നോട് വന്നിട്ടുണ്ട്, കമൻസും കൊണ്ട്, ഇങ്ങനെയുള്ള കമൻസും കൊണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്കും പറയാനുള്ളത്, ഞാനും അതാ പറയുന്നത്, അവരോടൊക്കെ ഞാൻ നല്ല കമൻസിന് മറുപടി കൊടുക്കാറുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറയുന്നത് എന്താ, രാഷ്ട്രീയം ശരി, നിങ്ങൾക്ക് വേറെ രാഷ്ട്രീയമായിരിക്കും, എനിക്ക് വേറെ രാഷ്ട്രീയമായിട്ടും മറ്റുള്ളവർക്ക് വേറെ രാഷ്ട്രീയമായിരിക്കും. ഓക്കെ, അതൊക്കെ ആയിക്കോട്ടെ. പക്ഷേ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ നമ്മുടെ കേരളത്തിലുണ്ടാകുന്ന വികസനത്തെ, കേരളത്തിൻ്റെ നന്മയെ അത് ഇകഴ്ത്തി നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ പറയരുത് എന്നാൽ എനിക്ക് വിവിധ വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളായിട്ട് നിൽക്കുന്നവരോടായാലും പറയാനുള്ളത്. അതാര് ഭരിച്ചാലും, അത് ഏത് കോൺഗ്രസ് ഭരിച്ചാലും BJP ഭരിച്ചാലും അല്ലെങ്കിൽ LDF ഭരിച്ചാലും ആര് ഭരിച്ചാലും നല്ലതാര് ചെയ്യുന്നു അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. അല്ലേ ഒരു നല്ലത് ചെയ്താലും ഞങ്ങളുടെ പാർട്ടിക്കാർ ചെയ്ത് ഞങ്ങളുടെ പാർട്ടിയിലാണ് ഭരിക്കുന്നത് അതുകൊണ്ട് ഇകഴ്ത്തി പറയാം. പക്ഷേ കേരളം ആരുടെയാണ്? മലയാളികളാണോ? നിങ്ങൾ ഇകഴ്ത്തി പറയുന്നവരും അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കുന്നുണ്ടോ? നന്നാണ് ചിന്തിക്കേണ്ടുന്നത്. അതാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ പറയാൻ ആഗ്രഹിച്ചതും പറയാൻ ശ്രമിക്കുന്നത് ഇതാ. ജാനകിയുടെ ഒരു ഫിലിമിന് ജാനകിയുടെ പേരിട്ടത് കൊണ്ടോ അല്ലെങ്കിൽ സുംബ ഡാൻസ് പിള്ളേരെ പഠിപ്പിച്ചത് കൊണ്ടോ ഒന്നും നമ്മുടെ കേരളം നല്ല പുരോഗതിയിലേക്കേ പോകത്തുള്ളൂ. മതഭ്രാന്തന്മാരുടെ ഈ വാക്കുകളെയൊക്കെ അവഗണിച്ചിട്ട് ഇപ്പോൾ കലയെ കൊല്ലുന്നവരെയും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംസ്കാരത്തെ കൊല്ലുന്നവരെ അവരെ ഒരു വശത്തോട്ട് മാറ്റി നിർത്തിട്ട് കുട്ടികൾ എന്ത് പഠിക്കണം, കുട്ടികൾ എന്ത് നല്ലതിലേക്ക് പിള്ളേരെ എടുക്കണം, അത് വിദ്യാഭ്യാസ വകുപ്പും അതിൻ്റെ നല്ലതായിട്ടുള്ള ഇതും കൊടുക്കുക. കാരണം അതുകൊണ്ടാണ് നമുക്ക് അവാർഡുകൾ കിട്ടുന്നത്. അതുപോലെ തന്നെ കലയെ സ്നേഹിക്കുക. അല്ല സിനിമയെ സ്നേഹിക്കുന്നവരോ കലയെ സ്നേഹിക്കുന്നവരോ അതിനെ സ്നേഹിക്കുക, അതിൻ്റെ ഇമ്പാക്റ്റ് നോക്കുക. അല്ലാതെ പേരിലും നാളിലും പോകാതിരിക്കാതെ മുന്നോട്ട് പോകാൻ നോക്കുക.
അങ്ങനെയുള്ളവരെ ഒരു വശത്തോട്ട് മാറ്റി നിർത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കോടതിയിൽ നിന്ന് നല്ല വിധി വരുമെന്ന് തന്നെ ഉള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഇന്ന് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ ഷെയർ ചെയ്യണം, കമൻറ്റ് ഇടണം. പിന്നെ നിങ്ങൾ തരുന്ന പ്രോത്സാഹനത്തിന് വളരെയധികം നന്ദിയും സ്നേഹവും ഉണ്ട്. തുടർന്നും അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ എല്ലാവർക്കും വലിയ നമസ്കാരം. വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം.